ഓമി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചിരി ഭയങ്കര സ്പെഷ്യലാണ്. 4 പല്ല് കാണിച്ചുള്ളത്. ദോശ കൊള്ളാവോ? സമയം കൊള്ളടാ. രാവിലെ ഒരു വീഡിയോഗ്രാഫർ വന്ന് വീഡിയോ എടുക്കുന്നു, ഇപ്പുറത്തെ ആള് ഫുഡ് കൊടുക്കുന്നു, ചുമന്നുകൊണ്ട് നടക്കുന്നു, വേറെ ആളെ ചുമന്നോണ്ട് രാവിലെ അഭിനയിച്ചു കൊടുക്കുന്നു. അതെ അതെ അതെ, ചുമട്ട് തൊഴിലാളിയായിട്ടൊക്കെ നടക്കുന്ന രാവിലെ. പാപ്പരാസി ഉണ്ട്, ഫുഡ് കൊടുക്കാൻ ആളുണ്ട്, അവന് ചുമന്നോണ്ട് നടക്കാൻ ആളുണ്ട്. അത് നോക്കുമ്പോ ലക്ഷറി. നിക്കരുത്, നിക്ക്, നടക്കോട്ടെ. ഞാൻ പറഞ്ഞ വണ്ടി വിട്. എന്താ ഇവരെ രാവിലെ ഒരു കാളവണ്ടി കയറ്റി വിടാം. നീ അത് ഇരുന്നിരുന്നങ്ങ് പോ, തുള്ളി തുള്ളി. ഓട്ടോറിക്ഷ വലിയ ഇഷ്ടമെന്ന് തോന്നുന്നു. കാരണം എപ്പോഴും നമ്മള് ചെന്നൈ പോയിട്ട് ഓട്ടോയിൽ കയറി ഇവനെ പോലെ ഹാപ്പി ആയിട്ട് ഓട്ടോ ഇരുന്ന നടുക്കിരുത്തിയാ മതി. ലോകമൊക്കെ കണ്ട് കാറ്റും കൊള്ളാം. അവന് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കൊരു ഓട്ടോ വാങ്ങിക്കാടാ. അതിന് ഓമിച്ചാൻ പേരിടാം. അതെ, ഓമിച്ചാൻ ട്രാവൽസ്. ഓമിച്ചാൻ ട്രാവൽസ്. ദോശ മുട്ടയാണ് കൂടുതൽ ഇഷ്ടമെന്ന് തോന്നുന്നു. ചിക്കിക്കാക്കി കൊടുത്തതിന് കുറവായിരിക്കും. എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു നമ്മുടെ ഗാർഡനിൽ വരുമ്പോ അറ്റ്ലീസ്റ്റ് ഒരു 10-20 ജാമ്പയ്ക്കെങ്കിലും ഇങ്ങനെ നിൽക്കണം, അതിങ്ങനെ രാവിലെ പറിച്ച് തിന്നണം എന്നൊക്കെ. അഫ്കോഴ്സ് ഇതിനകത്ത് കുറെ കൂടെ പഴുത്തം ഉണ്ടായിരുന്നു. അത് അച്ഛൻ പറിച്ചിട്ട് അകത്ത് വെച്ചു. അതുകൊണ്ട് ഞാൻ ഇത് വെറുതെ പറിക്കുന്നില്ല. നാളത്തേക്ക് ഇച്ചിരി കൂടെ പഴുക്കും. ശരിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. കാരണം ബാക്കിയുള്ളവരുടെയൊക്കെ വീട്ടിൽ ജാമ്പയ്ക്ക കാണുമ്പോൾ അത് കയറി ഇങ്ങനെ പറിക്കാവോ എന്നൊക്കെ ചോദിക്കാൻ ഭയങ്കര ചമ്മല. സ്വന്തം വീട്ടിലാകുമ്പോൾ ഇങ്ങനെ വരിക, പിടിക്കുക, പറിക്കുക, തിന്നുക. ഓഹ്, എന്തായാലും ഇവിടം വരെ വന്നു, ഒരെണ്ണം പറിക്കാം. ഇത് കാണുന്ന ഗർഭിണികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ബിക്കോസ് ഐ അണ്ടർസ്റ്റാൻഡ് ദ ഫീലിംഗ്. ഒരുപാട് പേർക്ക് ഞാൻ മുഖം കാണിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പ്രഗ്നൻ്റ് സമയത്ത് ഞാൻ ഇതുപോലെ ചില റീലൊക്കെ കാണുമായിരുന്നു കേട്ടോ. അതായത് കറക്റ്റ് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ കാണുമായിരുന്നു കേട്ടോ. ജാമ്പയ്ക്ക കഴിക്കാൻ കൊതിച്ചിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഈ കോഴിക്കോട് ബീച്ചിൽ ഒരു ചേട്ടൻ കൊണ്ടുവന്ന് വിൽക്കുന്നു, അതൊരാൾ പോയി വാങ്ങിക്കുന്നു. ഇതുപോലെ മരത്തുനിന്ന് ഒരാൾ പറിക്കുന്നു, അതിൻ്റെ ഉപ്പിലിടുന്നു, തിന്നുന്നു. ഈ വക വീഡിയോ മാത്രമേ ഞാൻ കണ്ടുകൊണ്ടേയിരുന്നേ. എൻ്റെ മനസ്സിലിങ്ങനെ പറയുമായിരുന്നു, ഓ ഈ പണ്ടാരങ്ങൾക്ക് തിന്നാ പോരെ, എന്തിനാ വീഡിയോ എടുത്തിടുന്നത്. അങ്ങനെ എൻ്റെ മനസ്സിലൂടെ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുള്ള പോലെ എന്നെപ്പറ്റി ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഐ അപ്പോളജൈസ് ഇൻ അഡ്വാൻസ്. ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് കഴിക്കാൻ ആഗ്രഹമുള്ളതൊക്കെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം എനിക്ക് ആ സമയത്ത് എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന ഇന്ദു എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി എൻ്റെ ഫ്രണ്ടും കൂടെയാണ്. പുള്ളിക്കാരി എനിക്ക് ഞാൻ അശ്വിൻ്റെ വീട്ടിൽ നിന്നപ്പോൾ എനിക്ക് കൊണ്ടു തന്നൊരു കവർ നിറച്ച്. അന്ന് അങ്ങനെ ഞാൻ എൻ്റെ കൊതി കുറച്ച് അടക്കി അതിൽ. അപ്പോൾ അതേപോലെ നിങ്ങളും ഗർഭിണിയാണ്, എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ബിക്കോസ് ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ക്രേവിങ്. ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫീലിംഗ്. ഓക്കെ, അപ്പം ഞാൻ പോയി തിന്നട്ടെ. ഹായ്. അയ്യോ അയ്യോ, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് വന്നു. മാന്തിയ കുഴപ്പമില്ല. മാന്തിയ വാക്സിനേഷൻ എടുക്കണം. മാത്രം നോക്കിയാൽ മാന്തിയ കുഴപ്പമില്ല. വെള്ളം ഓമാ ദാദാ ദാദാ, അവൻ തുപ്പാ പോന്നു. ആ ദോശ അവന് ഇഷ്ടപ്പെട്ടില്ല. എവിടെ ഇനി നിങ്ങൾക്ക് ടാറ്റ, ഞങ്ങൾ വീട്ടിൽ കയറാൻ പോവാ. ടാറ്റ ഓമി, ബൈ. ഓമി ബൈ. കാണാത്ത പോലെ ഇരിക്കുക, അതാ വിഷമം ഇല്ലല്ലോ. ടാറ്റ. ഗുഡ് മോർണിംഗ്. ഇല്ല, ചായ और कॉफी? ചായ और कॉफी? ഇന്നലെ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് എന്താ വിശേഷങ്ങൾ സർ? ഫൈനൽസ് തോറ്റു. എത്ര റണ്ണിന്? ലാസ്റ്റ് ഓവറിൽ തോറ്റു. വിഷമമുണ്ട്. ഓഫ് കോഴ്സ്. ബോഡി പെയിൻ ഉണ്ടോ? അതെന്തായാലും ഉണ്ട്.
സോ ഞാൻ പറഞ്ഞ ജാമ്പയ്ക്ക് ഇതായിരുന്നു രാവിലെ പറിച്ചു വെച്ച ജാമ്പയ്ക്ക് അച്ഛൻ. ഓക്കേ, ഈ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കഴിക്കണം. പക്ഷേ കാണാത്ത പോലെ ഇരിക്കാം. അപ്പൊ എനിക്ക് വിഷമം വേണ്ടല്ലോ. വിഷമമാണോ മീ? സങ്കടമാണോ? സങ്കടമാണോ? ശങ്കരമാണോ? എന്താടാ എന്താടാ എന്റെ പ്രശ്നം എന്താ? എന്താടാ കിച്ചു കിച്ചു കിച്ചു. ആരെങ്കിലും എന്നെ ഒന്ന് തൽക്കാലം മാല വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എന്താ എന്താ നമുക്ക് കിടക്കാം, നമുക്ക് മാറ്റിൽ കിടന്ന് കളിക്കാം. മുടി 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 ഇവിടെടാ. ക്യാമറ നോക്ക്. ഹായ് പറഞ്ഞേ. ഹായ്. മൂക്കൊക്കെ മുറിച്ച് വെച്ചേക്കുന്നു. ദോശ ആൻഡ് ബീഫ് കറി. ഞാൻ ബീഫിന്റെ ഗ്രേവിയാണ് എടുക്കുന്നത്. കാരണം എനിക്ക് രാവിലെ മീറ്റ് കഴിക്കാൻ തോന്നുന്നില്ല, മൂടില്ല. സോ ജസ്റ്റ് ഗ്രേവി. ഓമി അവിടെ അമ്മയുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അശ്വിൻ ഇവിടെ സൈഡിൽ വന്നിരുന്ന് ഒരു കാര്യവും ഇല്ലാതെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നു രാവിലെ. എന്താന്ന് പോലും അറിഞ്ഞൂടാ. ആടവിന് പൈസ വാങ്ങിച്ചിട്ടുണ്ടോ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ രാവിലെ. ഞാൻ ജസ്റ്റ് എന്റെ കൂടെ വന്നൊന്നിരുന്ന കൂട്ട് തരുമെന്ന് ചോദിച്ചു. പക്ഷെ കൂട്ടല്ല, എന്നെ ഇറിറ്റേറ്റ് ചെയ്ത് കൂട്ടുകറി ആക്കിക്കൊണ്ടിരിക്കണം. ആക്റ്റീവായിട്ട് ഇരിക്കുന്നല്ലോ, ആക്റ്റീവാക്കി ഇരുത്തിയതാണ് എന്നെ. തനിക്ക് നല്ല ഉറക്കമൊക്കെ കിട്ടി. എങ്ങനെയുണ്ട്? സുഖമുണ്ടോ? ഓക്കെ, ഞാൻ മുട്ടയുടെ വെള്ളയും ചമ്മന്തിയും കഴിക്കും. ഞാൻ പിന്നെ കഴിക്കാം. അങ്ങോട്ടിരിക്കാം. ഞാൻ ഡീറ്റാൻ ചെയ്താലോന്ന് ആലോചിക്കുന്നത്. ഞാൻ ഡീറ്റെയിൽ ടിപ്സ് പറഞ്ഞു തരാം. എവിടെയാണ് നല്ല ഡീറ്റാൻ? നമുക്ക് വീട്ടിൽ തന്നെ തുടങ്ങാം. ഇപ്പൊ ഡീറ്റാൻ ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റം വരുമോ? തീർച്ചയായിട്ടും വരുമല്ലേ? ഓക്കെ, താങ്ക്സ് ഫോർ ദ സപ്പോർട്ട്. ഇനിയാണ് ചോളൂ. എനിക്കിത് വേണ്ട. ഓക്കെ, മുട്ടയുടെ വെള്ളയിൽ ഞാൻ ഇങ്ങനെ ചട്നി ഒഴിച്ചാണ് കഴിക്കുന്നത്. ഇത് ആക്ച്വലി ഞാൻ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അമ്മ കഴിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ പൊതുവേ അമ്മയും അമ്മും കഴിക്കുന്ന ഒരാളല്ല. ടു ബി ഓണസ്റ്റ്, ഞാൻ അങ്ങനെ ഒരാളല്ല. ഇത് എന്നോ ഒരു ദിവസം അമ്മ കഴിച്ചുകൊണ്ടിരുന്നത് ഞാൻ ചുമ്മാ ഇത് അമ്മ എന്തിനായാലും കഴിക്കുന്നത്. അമ്മ എനിക്കൊന്ന് മുട്ടയുടെ മഞ്ഞയും കഴിക്കുമല്ലോ ഇതിൻ്റെ കൂടെ. ഞാനത് തൊടില്ല, മുട്ടയുടെ മഞ്ഞ ഒട്ടും ഇഷ്ടമല്ല. ഞാൻ വെള്ളം മാത്രം ഇട്ടാൽ കഴിച്ചു നോക്കും. ഒരു ഒടുക്കത്തെ വൈബാണ്. എക്സ്പെരിമെന്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഇത് ഇൻ കേസ് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ചുവന്ന ചട്നിയും മുട്ടയുടെ വെള്ളയും കിട്ടില്ല കോമ്പിനേഷനാണ്. ചുവന്ന ചട്നിയാണോ? ഞാൻ കുറെ നാട്ടില്ല കഴിക്കുന്നത്. അടിപൊളി. പിന്നെ ദോശയും ബീഫ് കറി. ഇപ്പൊ ഞാനും അശ്വനും സ്ഥിരം 2 ദിവസമായിട്ടല്ല ഇന്നലെ തൊട്ട് കണ്ടു തുടങ്ങുന്ന ഒരു സീരീസാണ്. കൊള്ളാം, ഇതുവരെ കൊള്ളാം. ഒരു എപ്പിസോഡും കൂടെ ഉള്ളൂ. ഇപ്പൊ ഇവൻ ഉറങ്ങുമായിരുന്നു, ചാടി എണീച്ചപ്പോഴത്തേക്കും പന്ന മൂടായിരുന്നു, കരയാൻ തുടങ്ങി. അശ്വിൻ ജസ്റ്റ് ഒരു വോക്ക് മേളിൽ ബാൽക്കണി വരെ കൊണ്ടുപോകാന്ന് വിചാരിച്ചു. അശ്വിൻ ഇന്നലെ ക്രിക്കറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇന്നലെ ഇവിടെ വന്ന് നിന്നു. നൈറ്റ് ആയപ്പോൾ ഫ്ലാറ്റിൽ തിരിച്ചു പോകണമെന്നുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ എന്നിട്ട് അശ്വിൻ തന്നെ അങ്ങ് ടയർഡായതുകൊണ്ട് മടിച്ച് നമ്മൾ ഇന്നിപ്പോൾ ഇന്ന് ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് ഓഫീസിലേക്ക് പോകണം. ഓമി കുഞ്ഞേ, ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഊഞ്ഞാലിരുന്നു.
അവനെ കാലി കൊതു കടിച്ചേക്ക് നോക്ക. അത് ഓയിലിടണം. ഓമ്മ അവന് ഇഷ്ടം പക്ഷെ സൗണ്ടോടെ ആടാൻ. അവൻ ആടാനാണ് തന്നെ ഇട്ട് നോക്കുന്നത്. ചിരിച്ചോണ്ടിരിക്കുന്നവന് ഇഷ്ടപ്പെട്ട ഊഞ്ഞാല്. താട്ടാത്തോണ്ടാണ് അവൻ തിരിയുന്നത്. എന്താ എന്താ വാ വാ പോവാം. ചിക്കൻ കറി ആക്കാൻ തുടങ്ങുന്നു. ഇത് കപ്പയല്ലേ? ഭൂമിക്ക് ചിക്കൻ കറി കൊടുക്കണം. നെയ്ച്ചോറായി. അപ്പൊ ആദ്യം കുറച്ച് നെയ്ച്ചോറ് കൊടുക്കാം. ചിക്കനും കൂട്ടി കൊടുക്കാം. അതെ അതെ. ഗീ റൈസ്. ആ വായിലാ ഇതിരിക്കുന്നു ബോട്ടം. നെയ്ച്ചോറ് കഴിച്ച് ഇച്ചിരി കഴിച്ച്. കൊല്ലാം ആ ഇഷ്ടപ്പെട്ട്. പക്ഷെ തൈരും വെച്ച് മിക്സ് ചെയ്തു. ഗുഡ് ബേബിയാണ് കുഞ്ഞ്. ഗുഡ് ബേബിയാണ്. പുളിയൊക്കെ ഇഷ്ടം. ഓക്കേ, ചിക്കൻ ഇട്ടു. എന്നാ നീ ഞാൻ പതുക്കെ ജാമ്പൊക്കെ ഇളക്കി ക്ലീൻ ചെയ്തെടുത്തോണ്ടിരിക്കുക. അവൻ അവിടെ കിടന്ന് ഭയങ്കര കത്തുന്ന ഭയങ്കര ഡീസൻ്റ് ആയിട്ട് കിടക്കുകയായിരുന്നു കേട്ടോ. അശ്വിൻ വെറുതെ അങ്ങോട്ട് പോയി അവനെ ഇളക്കി വിട്ടത്. അശ്വിൻ എവിടെയോ പോകണമെന്ന് വിചാരിച്ചിട്ട് അവൻ കരയാൻ തുടങ്ങി. ഓക്കെ, ജാമ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ അശ്വിന് ഡ്യൂട്ടി വന്നു. കൊച്ചിനെ പോയി എടുക്കാനുള്ള ഡ്യൂട്ടി. വേഗം പോയി എടുക്കും. എന്താ പറഞ്ഞ കഴിക്കുക. താൻ കഴിക്കുമ്പോ എന്റെ മുഖം എടുത്തു വെക്കുന്ന. ഓക്കെ, ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അത് റെഡിയായി. ഞാൻ ചോറും ചിക്കൻ കറി എടുത്തിട്ടുണ്ട്. അശ്വിൻ ഗീ റൈസും ചിക്കൻ കറിയാണ്. ചിക്കൻ എടുക്കാൻ പോകുന്നതേ ഉള്ളൂ. ഓമി ചിക്കൻ കഴിച്ചു തുടങ്ങി. ഓമി ഇട്ടതേ ഉള്ളൂ, അതുകൊണ്ട് പ്രശ്നമില്ല. ഓമി ഡാ പൊട്ടാ. അയ്യോ ലൈറ്റ് വേണ്ട. നമുക്ക് ആർക്കും ലൈറ്റ് ഇഷ്ടമല്ല. ഞങ്ങൾക്ക് ലൈറ്റ് ഇഷ്ടമാണ്. I hate light. Omi also hates light. Kali. Ashwin Ganesh and chicken leg piece is very popular on internet. Da, നിനക്ക് വേണോ? നിനക്ക് വേണ്ട? ചിക്കൻ ലെഗ് പീസ് വേണ്ട? ചിക്കൻ കഴിച്ചോ അമ്മ? ഒരു പീസ് ഇനി എടുക്കണം. അവനെ എരിവ് മാറ്റിയിട്ടെ അങ്ങ് വാഷ് ചെയ്ത് കൊടുത്താൽ മതി. അതെങ്കിലും കഴിക്കട്ടുന്നു. ബാവച്ചിക്ക് പാല് വേണോ? ഐ തിങ്ക് സാലഡ് ഒന്ന് കൊടുക്കും. ഓമിക്ക് ചോറും ഗീ റൈസും സാലഡും ചിക്കൻ ബ്രസ്റ്റും. കൊതിച്ചിരിക്കാണ് ഓമ.
ആയ് പ്രോട്ടീൻ പ്രോട്ടീൻ. നീ എവിടെ നോക്കുന്നേ? ഇങ്ങോട്ട് നോക്ക്. ഹൻസ് കഴിക്കുന്ന കണ്ടോ? എന്നാ നീ അങ്ങോട്ടും ഇങ്ങോട്ട് തിരികെ എങ്ങനെ തരും? അച്ചോ ഞാനും അശ്വനും സീരീസ് ലാസ്റ്റ് എപ്പിസോഡും കണ്ട് കഴിക്കാൻ പോകുന്നു. ദേവനതി ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് ഒരു ബലൂൺ കൊണ്ടു കൊടുത്തു ഓമിക്ക് അത് അവൻ പട്ടം പറത്തുന്ന പോലെ കുറെ നേരിട്ട് അതിനെ പറത്തിക്കൊണ്ടിരിക്കുക. ഹീസ് ഫാസിനേറ്റഡ്. ഹൻസൊക്കെ കുറച്ച് നേരിട്ട് നാനി ആവുകയാണ് ഇവന്റെ ബേബി സിറ്റർ. ഈ നിന്നായാലും ബേബി സിറ്റ് ചെയ്യണം കുറച്ച് നേരം അല്ലേ? ആ ടിങ് ടിങ് വലിച്ചോ ടിങ് ടിങ്. ആ ടിങ് ടിങ് മണി അടിക്ക്. നിന്നെ ബസ്സിലെ കണ്ടക്ടർ ആയിട്ട് വരട്ടെ. ടിങ് 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 ടിങ്. അവന് ഭയങ്കര കണ്ടക്ടറായി മണി അടിച്ചുകൊണ്ടിരിക്കുന്ന ആള്. ഫോൺ Omi! Susan! It's mine! Baby. നീ കുറച്ചു നേരം ഇവിടെ അത്രയും തുപ്പും. എന്താടാ എനർജി കയറി നിൽക്കുവാണ്. ഹരം ചായ വേണോ? ഓമി ചായ വേണോ? ആ തട്ടുവോ ചായ വേണോ? ഓ അതിലൊന്നും ഇല്ലേ? ചായ വേണോ? അസ്സലാമലൈക്കും. കിളി ഓമ ഓമി അവൻ സ്വപ്ന ലോകത്താ. അല്ല അറിഞ്ഞു ചെറുതായിട്ടൊന്നും അറിഞ്ഞു. ഫേസ് ഒന്ന് കാണിക്കും. അവന് ഡ്രസ്സില്ലാതെ വെളിയിടല്ലേ കൊതുക്. ഫേസ് കാണിക്കച്ചന്റെ. ഇച്ചനെ കാണുന്നില്ല, കഥക് മാത്രമേ കാണുന്നുള്ളൂ. അവൻ ആരാണ് ആ കഥവിന്റെ ബാക്കിലൊന്നും മനസ്സിലാവും. ഓമി ടാറ്റാ. ഓമി ബൈ. ആ പല്ല് കടിക്കുന്നത് ഇവിടെ കിട്ടി. ബായ് പറ. ആൾക്ക് ദൂരെയൊന്നും മനസ്സിലായില്ല, ഇപ്പഴാ മനസ്സിലായി. എന്റെ കഴുത്തിനെ കൊണ്ടു. അവന് ഉടുപ്പോലെ ഇടണ്ടേ അച്ഛാ? കൊതു കടിക്കൂലേ? കൊതുകിന്റെ സമയമായില്ല. ബായ് പറ. സോ ഇന്നലെ ഫൈനൽ മാച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്ക് ഫസ്റ്റ് റണ്ണറപ്പ് ആണ് അല്ലേ? അശ്വിൻ എന്താ റണ്ണറപ്പ്? അപ്പൊ അശ്വിൻ എന്തോ ബെസ്റ്റ് എമേർജിങ് അവാർഡ്. അപ്പൊ അത് കളക്ട് ചെയ്യാൻ പോവാണ് അല്ലേ? ഷേവ് ഒക്കെ ചെയ്ത് ലുക്ക് കൊള്ളാം മൊത്തത്തില്.
എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ട് കാണാൻ. ബൈ. ഷൂ ആയിരുന്നു ബെറ്റർ, പക്ഷെ അവിടെ വരെ പോയത് ഇടാൻ മടിയാന്ന് മനസ്സിലായി. വെക്കോ, ഇതും കൊള്ളാം, കൊള്ളാം കൊള്ളാം, നല്ല രസമുണ്ട്. തിരിച്ചു ഒരു ഫോട്ടോ എടുക്കാൻ ഞാൻ. ബൈ. നയന് മുന്നേ വരണേ. ബൈ. ഞാൻ വിളിക്കാം, എടുക്കണേ. അങ്ങനെ അശ്വിൻ ഗണേഷ് പോയി. ടാറ്റാ. ഓമി ബേബി അകത്ത് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാണ്. അവ ഇന്നത്തെ ദിവസം വലുതായിട്ട് ഉറങ്ങിയില്ല. ഇപ്പോഴാണ് അതേ കുളിച്ച് കഴിഞ്ഞിട്ട് അവ ഒന്ന് ഉറങ്ങുന്നത്. അവനെ ഒന്ന് പോയി കാണാം. ഞാൻ ഹൻസിക്ക് തന്നെയാണ് ബേബി സിറ്റ് ചെയ്യാൻ ഇരുത്തിയത്. രാത്രി ബ്രക്കോളിയും മഷ്റൂമും കഴിക്കുന്ന സഹോദരൻ. ഓമാ 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 അതുപോലെ ചിന്തിച്ച് ഡാടാ അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. കഴിച്ച് കഴിഞ്ഞ വെച്ചിരിക്കാം. നീ കഴിച്ച് കഴിഞ്ഞ വെച്ചിരിക്കാം. ഞാൻ കഴിച്ചു കഴിഞ്ഞിരിക്കാം. കഴിച്ചു കഴിഞ്ഞിരിക്കടാ. കഴിച്ചു കഴിഞ്ഞോ മഷ്റൂം? ആ കഴിച്ചു കഴിഞ്ഞു. നമ്മളെ കൈ പോയിരിക്കുന്നു. ഫുഡ് കഴിക്കുമ്പോ നീ ഇപ്പൊ കരയാനുള്ള വകുപ്പാകും അവന്. ഭൂമി ആരാ അത്? ലുവിലാണോ പോയെ? നോക്കടാ. ബെസ്റ്റ് റണ്ണർ അപ്പ് അല്ലെ? ബെസ്റ്റ് പിന്നെ മറ്റേത് നോക്കടാ നോക്കടാ എന്തോ നോക്ക്. ഓമി ഓമി ഓമിയെ കൂടെ കൊണ്ടുപോകത്ത് നീ അവാർഡ് വാങ്ങിക്കുന്ന കാണാൻ. തമ്പാല് കാണുന്ന ഞാൻ ലാസ്റ്റ് മിനിറ്റ് അറിയണേ. എന്താ എന്താണ് കളിച്ചോ? എന്ത് കിട്ടി? ഞാൻ വിജയ കഴിച്ചോളൂ. ഏയ് അഭ്യാസം നോ. സഞ്ജു സാംസൺ കളിച്ചോ? ഇന്നാടി ചെല്ലമേ. അപ്പൊ ഞാൻ എനിക്ക് വേണ്ടി മുട്ട ചിക്ചിക്കാക്കി അശ്വിനാക്കി. അശ്വിൻ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. പാലൊഴിച്ച മുട്ട ചിക്ചിക്. അപ്പൊ ഇവനും ഇത് ഇഷ്ടമാണ്. ഭൂമി ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ഇച്ചിരി കൊടുത്താൽ കഴിക്കും. എന്നാ ആൾ ഇന്ത്യൻ ജേഴ്സിയൊക്കെ ഇട്ടാണ് ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈബ് പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഇന്നും ഫ്ലാറ്റിൽ പോകാൻ പറ്റിയില്ല. എൻ്റെ വീട്ടിൽ തന്നെയാണ്. അത് ഇവിടെ ഒരാൾ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നു. ഇനി എപ്പോൾ ഉറങ്ങും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ 3 പേരും കിടന്നുറങ്ങാൻ പോകുന്നു. ഗസ്റ്റ് റൂമിലാണ്. ഓമി ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പോൾ സീ യു ഓൾ ഓൺ മൈ നെക്സ്റ്റ് വ്ലോഗ്. ടിൽ ദെൻ